അധ്യായം നീ കരഞ്ഞുകൊണ്ടോദിയാ അല്ലാഹു തരുന്ന പ്രതിഫലം നിനക്കറിയോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ 114 അധ്യായങ്ങളുണ്ട്. ഈ 114 സൂറത്തുകളിൽ ഒരു സൂറത്ത് ഓതുമ്പോ കരയണമെന്ന 1400 വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മസ്ജിദുൻ നബവിക്കകത്ത് കടന്നു വരുമ്പോ സ്വഹാബികൾ ഖുർആൻ ഓതുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ മജ്ലിസിലേക്ക് വന്നു. ഖുർആൻ ഓതുന്നത് നിർത്തുകയാണ്. സഹാബ ഖുർആൻ ഓതു സഹാബ. നബിയേ ഏത് സൂറത്താണ് ഓതേണ്ടത്? ഏത് സൂറത്താണ് ഓതേണ്ടത്? സൂറത്തു തകാസുർ ഓതു സഹാബ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുമ്പോ സ്വഹാബി ഓതുകയാ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂന സുമ്മ കല്ലാ സൗഫ ഈ സൂറത്ത് ഇങ്ങനെ ഓതുകയാ. റസൂലുള്ളാഹി തങ്ങളുടെ കണ്ണ് നിറഞ്ഞിട്ട് താടിരോമത്തിലൂടെ കണ്ണുനീരിങ്ങനെ ഒഴുകുകയാണ്. പ്രവാചകന് കരയുകയാണ്. ഓതിക്കഴിഞ്ഞപ്പോ സഹാബാ നിങ്ങൾ എന്തേ കരയാഞ്ഞത്? നിങ്ങൾ ആരും കരഞ്ഞില്ലല്ലോ. യാ റസൂലല്ലാഹ് കരച്ചല് വരുന്നില്ല നബിയേ. സഹാബ പിന്നെയും മോദു സഹാബ രണ്ടാമത് മോദാൻ പറഞ്ഞു അൽഹാകുമുത് തകാസുർ. റസൂലുള്ളാഹി കരയാൻ തുടങ്ങി. അല്ലാഹുവിന്റെ പ്രവാചകൻ ഇരുന്ന് കരയുന്നത് കണ്ടപ്പോ സഹാബികളിൽ പലരും കരഞ്ഞു. കുറച്ച് ആൾക്കാര് കരഞ്ഞു, കുറച്ചു പേര് കരഞ്ഞില്ല. ഓതിക്കഴിഞ്ഞപ്പോ സഹാബത്തേ എന്തേ നിങ്ങൾ കരയാഞ്ഞത്? യാ റസൂലല്ലാഹ് കരച്ചല് വരുന്നില്ല നബിയേ. മറുപടി എന്തെന്നറിയോ? പഠിക്കടോ മുസ്ലിമേ, പെങ്ങളെ പഠിക്കു പൊന്നുമോള്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു ഈ സൂറത്ത് ഓതിയാ കരയണം. കരച്ചല് വരുന്നില്ലേ? കരയുന്നവരെ പോലെ അഭിനയിക്കണേ സ്വഹാബ. പെങ്ങളെ കരയാൻ പറ്റുന്നില്ലെങ്കിൽ, ഈ സൂറത്ത് ഓതുമ്പോ നിനക്ക് കരച്ചല് വരുന്നില്ലെങ്കിൽ അഭിനയിക്കാൻ അറിയുമല്ലോ. സീരിയൽ കണ്ടിട്ട് കരയുന്ന ഉമ്മമാരുടെ കാലമാ. പഠിച്ചവനെ സീരിയലിൽ പെണ്ണുങ്ങൾ അഭിനയിക്കുന്നത് കാണുമ്പോ ആ അഭിനയം കണ്ടിട്ട് കരയുന്ന ഉമ്മ, അത് കണ്ടിട്ട് കരഞ്ഞാ നീ നരകത്തിലാ. എങ്കിൽ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ 10 11 ആയത്തുള്ള 5 6 വരിയുള്ള ഈ സൂറത്ത് ഓതുമ്പോ കരയുന്നവരെ പോലെ ഒന്ന് അഭിനയിക്കുമോ? കരയാൻ പറ്റുമെങ്കിൽ കരയുമോ? അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? ഇത് സാധാരണ സൂറത്തല്ല. മഹാനായ ഇമാമുന അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹു പഠിച്ചവനെ ഇശാ നമസ്കാരത്തിന് ഇമാമത്ത് നിൽക്കുകയാ. അല്ലാഹുവിന്റെ പള്ളിയിൽ ഇശാ നമസ്കാരത്തിന് ഇമാമത്ത് നിൽക്കുകയാ. അവിടുന്ന് സൂറത്തു തകാസുർ ഓതി. അവിടുന്ന് രണ്ടാമത്തെ റക്അത്തിൽ തകാസുർ ഓതി. നമസ്കാരം കഴിഞ്ഞു, സലാം വീട്ടി എല്ലാവരും പള്ളിയിൽ നിന്ന് ഇറങ്ങി പോവുകയാണ്. അബൂ ഹനീഫ തങ്ങൾ പള്ളിയുടെ മിഹ്റാബിൽ ഇങ്ങനെ ചാരിയിരിക്കുകയാ. പള്ളിയുടെ മിഹ്റാബിന്റെ അകത്ത് അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹു തളർന്നിരിക്കുകയാണ്.
പള്ളിയിൽ വന്നവര് മുഴുവനും ഇറങ്ങിപ്പോയി, മുഅദ്ദിനും പോയി, എല്ലാവരും പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. പടച്ചവനെ, സുബഹിന്റെ സമയമായി. ജനങ്ങളെ സുബഹി നമസ്കരിക്കാ പള്ളിയിലേക്ക് വന്നു. പള്ളിയിലെ ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിന് പള്ളിയിലേക്ക് വന്നു. അല്ലാ, ജനങ്ങളുടെ ശബ്ദം കേട്ടപ്പോ അബൂ ഹനീഫ തങ്ങൾ ചോദിക്കുകയാ, അബ്അദുന്നാസ്, ജനങ്ങളാരും വീട്ടിൽ പോയില്ലേ? ഇശാ നമസ്കരിച്ചിട്ട് ജനങ്ങളെ വീട്ടിൽ പോയില്ലേ? മുഅദ്ദിന് പറയുന്നു, തങ്ങളെ സുബഹി നമസ്കരിക്കാ വന്നതാണ്, തങ്ങള് പോയിട്ട് വന്നതാണ്. മഹാനായ അബൂ ഹനീഫ തങ്ങൾ ഒറ്റ സൂറത്ത് ഓതിയിട്ട് ഒരു രാത്രി മുഴുവനും അറിയാതെ ഇരുന്നു പോയെങ്കിൽ അത് ഭയപ്പെടുത്തുന്ന സൂറത്താ. കരയണമുമ്മ, സീരിയൽ കണ്ട് കരഞ്ഞാ പോരാ, സീരിയൽ കണ്ട് കരഞ്ഞാ പോരാ. സീരിയലിലെ നായികമാരെ മാത്രമല്ലേ നിനക്കറിയോ? എങ്കിൽ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഓതിയിട്ട് അൽഹാഖുമുത് തകാസുർ എന്ന് പറയുന്ന സൂറത്ത് ഓതിയിട്ട് അർത്ഥം പറഞ്ഞു കൊടുത്തപ്പോ നിന്നെ പോലെ വികാര വിചാരമുള്ള മോഹങ്ങളും സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും പ്രതീക്ഷകളുമായി ഈ ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ ജീവിച്ച പെണ്ണായിരുന്നില്ലേ മഹ്ദി നഫീസത്തുൽ മിസ്രിയ? മിസ്രിലെ പെണ്ണുങ്ങളെ കണ്ടിട്ടുണ്ടോ? മിസ്രിന്റെ രാജകുമാരിയല്ലേ? മിസ്ർ എന്ന് പറയുന്ന രാജ്യത്തേക്ക് പോയാ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹാ, അവിടത്തെ മക്കാമുണ്ടല്ലോ, അവിടത്തെ മക്കാമുണ്ടല്ലോ, പടച്ചവനെ വില കൂടിയ പൂക്കൾ കൊണ്ടിങ്ങനെ അലങ്കരിച്ച് വെച്ചിരിക്കുകയാ. മനോഹരമായ വിലപിടിപ്പുള്ള സുഗന്ധം അടിച്ചു വീശുന്ന പൂക്കൾ കൊണ്ട് അവിടത്തെ കബറിങ്ങനെ അലങ്കരിച്ചിട്ടുണ്ട്. രാജകുമാരിയാണടാ പെങ്ങളെ നഫീസത്തുൽ മിസ്രി. ആരെന്നറിയോ? ഈ സൂറത്ത് കേട്ടപ്പോ ബോധം കെട്ട് വീണവളാ. കല്ലാ സൗഫ തഅലമൂന സുമ്മ കല്ലാ സൗഫ തഅലമൂൻ. ഈ ആയത്ത് കേട്ടപ്പോ ബോധം കെട്ട് വീണല്ലോ. ബോധം തിരിച്ചു വന്നപ്പോ വീട്ടിലേക്ക് ഓടുകയാ. എന്നിട്ട് മണ്ണ് കുടിക്കുന്ന ആയുധമെടുത്തിട്ട് വീടിന്റെ അകത്ത് കബറ് കുടിച്ചവളാ നഫീസ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ സൂറത്തു തകാസുർ കേട്ടപ്പോ ബോധം കെട്ട് വീണിട്ട് മരണത്തെ കുറിച്ച്, കബറിനെ കുറിച്ച്, കബറിന് ശേഷമുള്ള ജീവിതത്തെ കുറിച്ച് അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുന്നത് കേട്ടപ്പോ സ്വന്തം വീടിന്റെ അകത്ത് പോയിട്ട് കബറ് കുടിച്ചവളാ നഫീസ. ആരും അറിയാതെ വീടിന്റെ അകത്ത് കബറ് കുടിച്ചു. ആ കബറിനകത്ത് ഇറങ്ങിയിരുന്നിട്ട് നിസ്കരിച്ചു ഖുർആൻ ഓതി പെങ്ങള് നഫീസ റളിയല്ലാഹു തആല അൻഹാ കബറ് കുടിക്കുമ്പോ കണ്ണിൽ നിന്ന് കണ്ണുനീരിങ്ങനെ വീഴുകയാ. നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു തആല അൻഹാ സ്വന്തം കൈകൊണ്ട് വീടിനകത്ത് കബറ് കുഴിക്കുമ്പോ കണ്ണീന്ന് വീണ കണ്ണീര് കൊണ്ടാ മണ്ണ് നനഞ്ഞത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇന്നത്തെ പെണ്ണുങ്ങള് പ്രായം ചെന്ന മുടി നരച്ച കിളവി പള്ളിക്കാട്ടിലേക്ക് കാല് നീട്ടിയിരിക്കുക. അപ്പോഴും സീരിയല് കരയുകയാ. അള്ളാഹു കാക്കുമാറാകട്ടെ. ഞാനിങ്ങനെ എവിടുന്നോ വഴുത് കഴിഞ്ഞ് ഇങ്ങനെ വരുന്ന സമയത്ത് ജനശതാബ്ദിക്ക് അതെനിക്ക് നല്ല ഓർമ്മയുണ്ട്. അപ്പുറത്തെ സൈഡിൽ ഒരു പെണ്ണിങ്ങനെ ഇരുന്ന് ഫോൺ വിളിക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോ ഇവര് കരയാൻ തുടങ്ങി. മൂക്കൊക്കെ പിഴിയുന്നുണ്ട് സാധു. ഞാൻ വിചാരിച്ചു പടച്ചവൻ ആരെങ്കിലും മരിച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ ആർക്കെങ്കിലും വയ്യാതെ വല്ല ഫോൺ വന്നിട്ടുണ്ടാകും, ടെൻഷൻ ആയതുകൊണ്ട് കരയായിരിക്കും. തിരുവല്ല റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങാൻ വേണ്ടി ഞാനിങ്ങനെ ഇറങ്ങി പോകുമ്പോ ചുമ്മാതെ വന്ന് നോക്കി, സീരിയല് കണ്ടിട്ട് കരയുകയാ പാവം. അല്ലാഹു അലം. സീരിയല് കണ്ടിട്ട് അല്ലാഹു അലം. അല്ലാഹു ഈമാൻ കൊടുക്കുമാറാകട്ടെ. നിങ്ങൾ ചിരിക്കണില്ലേ? നിങ്ങൾ ചിരിക്കുക. ഈനാമ്പേച്ചിക്ക് മരപ്പട്ടി കൂട്ടെന്ന് പറഞ്ഞ പോലെ ഇശാ നിസ്കരിച്ചിട്ട് പോയി പെണ്ണുമ്പിള്ളയുടെ കൂടെ ഇരുന്ന് നീയും കാണുമല്ലോ അല്ലേ? അക്കരെ ഇക്കരെ ഇരുന്നിട്ട് അപ്പുറത്ത് ഇപ്പുറത്ത് ഇരുന്നിട്ട് ഇടാ അമീന. സ്ഥിരമായിട്ട് കള്ളു കുടിക്കുന്നവന്
ആ സമയത്ത് കള്ളു കുടിച്ചില്ലെങ്കിൽ കൈകാല് വിറയ്ക്കും. ഇതുപോലെ 6:30 കഴിഞ്ഞാൽ എൻ്റെ ഉമ്മാമാർക്ക് ഇങ്ങനെ വിറയല, ഒരു വിറയല സീരിയൽ കണ്ടില്ലെങ്കിൽ പറ്റൂല. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ സ്വന്തം വീടിൻ്റെ അകത്ത് ഖബർ കുഴിച്ചു. ഇത് നിങ്ങൾക്ക് വല്ലത്തിന് ധൈര്യമുണ്ടോ? ഈ ഇരിക്കണ താത്താമാരെ എങ്ങാനും പള്ളിപ്പറമ്പിൽ കൊണ്ടുപോയി അറ്റാക്ക് വന്ന് മരിച്ചു പോകും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇന്നത്തെ പെണ്ണുങ്ങളില്ലേ, സ്വന്തം വീടിൻ്റെ അകത്ത് ഖബർ കുഴിച്ചവളാ നഫീസ. ഖുർആൻ എടുത്തു വെച്ചുകൊണ്ട് ഖബറിനകത്ത് ഇറങ്ങിയിരുന്നിട്ട് ഖുർആൻ ഓതി. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ കയ്യിലെടുത്തുകൊണ്ട് ഖബറിനകത്ത് ഇറങ്ങിയിരുന്നിട്ട് ഓതി നഫീസ. അറിയോ പെണ്ണേ, നഫീസത്തുൽ മിസ്രിയ മരിച്ചത് അള്ളാന്റെ ഖുർആൻ ഓതിയിട്ട. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. മഹദിയുടെ ഏറ്റവും വലിയ ആഗ്രഹം 30 കൊല്ലം എല്ലാ ദിവസവും നോമ്പാ, എല്ലാ ദിവസവും നോമ്പ് പിടിക്കും, ഖുർആൻ ഓതും, ഉറക്കമില്ല, ഭക്ഷണമില്ല. വെളുത്തു സുന്ദരിയായിരുന്ന നഫീസയുടെ തൊലി മൊത്തം കറുത്തുപോയി, കണ്ണു കുഴിഞ്ഞു. കുടുംബക്കാർക്ക് തന്നെ കണ്ടിട്ട് സങ്കടം തോന്നി നഫീസത്തുൽ മിസ്രിയെ. വന്നിട്ട് ചോദിച്ചു, നീ എന്തിനാ എല്ലാ ദിവസവും നോമ്പ് പിടിക്കണേ? എന്തിനാ എന്നും ഉറക്കോടിക്കണേ? ഒന്ന് നിനക്കൊന്ന് ഉറങ്ങിക്കൂടെ? നഫീസ, നീ എത്ര വലിയ സുന്ദരിയായിരുന്നു, നീ മരിച്ചു പോകും നഫീസ ഇങ്ങനെ ജീവിച്ച. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ ഉപദേശിച്ചവരോട് പറയുകയാ, 30 കൊല്ലമായിട്ട് ഞാൻ അള്ളാഹിനോട് ചോദിക്കണം എന്തെന്നറിയോ? 2 കാര്യം. ഒന്ന്, മരിക്കുമ്പോ നോമ്പുകാരിയായിട്ട് മരിക്കണം, ഖുർആൻ ഓതിയിട്ട് മരിക്കണം. ഇതല്ലാതെ വേറൊന്നുമില്ല. മരിക്കുമ്പോ നഫീസത്ത് മാലയെടുത്ത് വായിച്ചു നോക്കണോ? വിശ്വാസം ഉണ്ടോന്ന് എനിക്കറിയില്ല. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു തആല ഖുർആൻ ഓതിയിട്ട് മരിച്ച മഹദിയ. ഞാൻ പറഞ്ഞു വന്നത്, അൽഹാഖു മുത്തകാസുർ എന്ന് പറയുന്ന അധ്യായം അത് ഓതുമ്പോ കരയണം, അത് ഓതുമ്പോ കരയണം. കരച്ചിൽ വരൂല എന്നുള്ളത് ഉറപ്പാ. അഭിനയിക്ക്, അതിന് പിന്നെ ആർക്കും പഠിപ്പിച്ചു തരണ്ടില്ലല്ലോ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഈ സൂറത്ത് ഓതുന്ന സമയത്ത് അഭിനയിച്ചാ മതി. എന്റെ പ്രതിഫലം എന്നറിയോ? അള്ളാഹു നമുക്ക് സ്വർഗത്തിൽ പോകാൻ ഭാഗ്യം തരുമാറാകട്ടെ. സ്വർഗത്തിൽ പോകാൻ ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കൈവക്കിക്കേ. അതിലും പിശുക്കന്മാരുണ്ടോപ്പാ? അതിലും പിശുക്കന്മാരുണ്ട്. അരക്കയ്യന്മാരെ ഒന്നും അല്ല സ്വർഗത്തിൽ കയറ്റത്തില്ല. വേണമെങ്കിൽ പൊക്കിക്കോ. എനിക്കെന്തായാലും ആഗ്രഹം കേട്ട. കാരണം അല്ല ആരെന്നറിയാവോ? റോഡിൽ കിടന്ന ഒരു കല്ലെടുത്ത് കളഞ്ഞവന് സ്വർഗം കൊടുത്തവനാ അല്ലാ. അല്ലാതാ നീ വലിയ വലിയ നന്മ ചേട്ടാ. റോഡിൽ കിടന്നോ ചാകാൻ കിടന്ന ഒരു പട്ടിക്ക് കുടിക്കാൻ വെള്ളം കൊടുത്തതിന് ഒരു വ്യഭിചാരിയായ പെണ്ണിന് അള്ളാഹു സ്വർഗം കൊടുത്തെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറ, നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ കൈ പൊക്കിയതിന് പകരമെങ്കിൽ അള്ളാഹു സ്വർഗം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. കൈ പൊക്കാത്തവൻ, ഓന്റെ കാര്യത്തിൽ എനിക്കൊന്നും പറയാനില്ല. അവൻ എന്ത് പറയാനാ? അവനൊന്ന് കൈ പൊക്കാൻ പോലും മനസ്സില്ലാത്തവൻ. പെണ്ണുങ്ങളൊക്കെ ചിരിക്കുന്നുണ്ട്. എല്ലാം മോതിരവും വളയൊക്കെ കൊണ്ടുവന്നിട്ടില്ലേ? ഓസിനും പോകാൻ പറ്റുമെന്നാണ് നിങ്ങളൊക്കെ കരുതിയേ? അതൊക്കെ ബക്കറ്റ് വരുമ്പോ അതിനകത്ത് ഇട്ടാ മതി. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. പെണ്ണുങ്ങളൊക്കെ സക്കാത്ത് കൊടുത്തോ? സക്കാത്ത് കൊടുത്തോ പെണ്ണുങ്ങള്? എന്നിട്ട് നോക്കിക്കേ, റമളാൻ മാസത്തിൽ എനിക്കൊരു കോള് വന്നു. ഉസ്താദെ, പെണ്ണുങ്ങളൊക്കെ പറയുന്നു ഉപയോഗിക്കുന്ന സ്വർണത്തിന് സക്കാത്ത് കൊടുക്കണ്ടാണ്. പെണ്ണുങ്ങളൊക്കെ പറയുന്നു ഉപയോഗിക്കുന്ന സക്കാത്തിന് സ്വർണം കൊടുക്കണ്ടാണ്. ഞാൻ ചോദിച്ചു, എത്രയുണ്ട് പവൻ? 75 പവനുണ്ട് ഉസ്താദെ. വല്ലാഹി ഞാൻ ഇപ്പൊ അനുഭവിച്ചതാണ്. ആ സഹോദരി പറയുന്നു, എനിക്ക് 75, എന്റെ മോക്ക് 125. അത് പോട്ടെ, മോളെ പോട്ടെ, 75 പവൻ സ്വർണം എനിക്കുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, ഈ 75 പവന് നീ ഇടുവോ? പെണ്ണുങ്ങൾ പറയുന്നു, ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് ഊരിയിട്ടാ മതിയാണ്. ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് ഊരിട്ട് കഴിഞ്ഞാൽ ഉപയോഗിക്കുന്ന സ്വർണമായില്ലേ? അപ്പൊ പിന്നെ കൊടുക്കണ്ടല്ലോ. അള്ളാനെ പൊട്ടനാക്കാൻ നോക്കുക താത്താമാര്. അല്ല ആരെന്നറിയോ? അല്ല 8ന്റെ പണി നന്നുകളെ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു ആരാ? പടച്ചോൻ നിന്നെ വിറ്റ കാശ് അള്ളാടുത്തുണ്ട്. അള്ളയാണ് ഏറ്റവും വലിയ തന്ത്രശാലി എന്ന് അള്ള തന്നെ ഖുർആനിൽ പറയുന്നുണ്ട്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ സക്കാത്ത് കൊടുക്കാത്ത സ്വർണ്ണമൊക്കെ ഉണ്ടെങ്കിലേ ഒരു ബക്കറ്റിലിട്ടോ, ഇല്ലെങ്കിൽ പോവും. സക്കാത്ത് കൊടുക്കാത്തവന്റെ സമ്പത്ത് 7 രീതിയിൽ അള്ളാഹു നശിപ്പിച്ചു കളയുമെന്ന് മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്. ഈ 7 കേട്ട അറ്റാക്ക് വന്ന് നിങ്ങൾ മരിച്ചു പോകും. അള്ളാഹു കാക്കുമാറാകട്ടെ.
സക്കാത്ത് കൊടുക്കാത്തവന്റെ സമ്പത്ത് ഞാൻ പറഞ്ഞതല്ല. മദീനത്ത് ചെല്ലുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകന്റെ റൗളയ്ക്കകത്ത് കിടക്കുന്ന സഹാബിയ മഹാനായ അബൂബക്കർ തങ്ങൾ പറയ 7 രീതിയിൽ നശിക്കും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. പറഞ്ഞു തരട്ടെ? വേണ്ട അല്ലേ? പറഞ്ഞു തരട്ടെ? എന്തിനാ മോനെ ഉള്ള വാപ്പാടെ സമാധാനം കളയണേ? വാപ്പ എങ്ങനെങ്കിലും കഷ്ടപ്പെട്ട് ജീവിക്കട്ടെ. 10 ലക്ഷം രൂപയുണ്ടെങ്കിൽ 25,000 രൂപ പാവപ്പെട്ടവന് കൊടുക്കണം. പിന്നെ ഞാൻ അധ്വാനിച്ചത് ഇപ്പൊ പാവപ്പെട്ടവന് കൊടുക്കാനല്ലേ അല്ലേ? ആ 25 കൊടുക്കാതിരുന്നാൽ ബാക്കി 9,70,500 പോയി കിട്ടും. മൊത്തവും പോകും, അടങ്കലോടെ പോകും. അള്ളാഹു കാക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞത് അള്ളാഹു നമുക്ക് സ്വർഗത്തിൽ പോകാൻ ഭാഗ്യം തരുമാറാകട്ടെ. സ്വർഗത്തിൽ പോകാൻ പറ്റുമോ എളുപ്പത്തിൽ? എടോ, ഇന്ന് സ്വർഗത്തിൽ ജീവിച്ചിരിക്കുന്ന 2 നബിമാരുണ്ട്. ആരൊക്കെയാ? ഒന്ന്, ഇതെന്താ പള്ളിക്കാട്ടി സലാം പറഞ്ഞ പോലെ നിങ്ങൾ ഇരിക്കണം? ഇന്ന് ജീവിച്ചിരിക്കുന്ന 2 പ്രവാചകന്മാരുണ്ട്. ആരൊക്കെയാ? ഒന്ന് ഈസാ നബി അലൈഹിസ്സലാം, രണ്ട് പാറചങ്ങാതി ഇദ്രീസ് നബി അലൈഹിസ്സലാം. ഏത് നബി? ഈസാ നബിയും ഇദ്രീസ് നബിയും. ഇവർ 2 പേരും ആകാശ ലോകത്ത് സ്വർഗത്തിൽ ജീവിച്ചിരിക്കുന്ന പ്രവാചകനാണ് ഇദ്രീസ് നബി അലൈഹിസ്സലാം. എങ്ങനെ പോയെന്നറിയോ? ഇദ്രീസ് നബി സ്വർഗത്തിൽ പോയ കഥ അറിയോ? കഥ കേൾക്കാൻ സമയമുണ്ടോ? 10:15 ഒരു കഥ കേട്ടൂടെ? അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഇദ്രീസ് നബി അലൈഹിസ്സലാമും അസ്റായിൽ അലൈഹിസ്സലാമും തമ്മിൽ വലിയ കൂട്ടുകാരാ. 2 പേരും നല്ല ഫ്രണ്ട്സുകളാ. അള്ളാഹു അസ്റായിലിനെ ഫ്രണ്ട്സ് ആക്കാൻ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ആമീൻ പറ. അള്ളാഹു ആ മലക്കിനെ കാണാൻ ഭാഗ്യം തരുമാറാകട്ടെ. കാണുമോ? നാളെ കാണണോ? നാളെ കാണണോ? നിങ്ങൾ എന്തിനാ പിടിക്കണം? നാളെ കാണാനേ. അസ്റായിലിനെ കാണാനുള്ള വഴി ഞാൻ പറഞ്ഞുതരാം. അസ്റായിലിനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും കാണണമെങ്കിൽ ഞാൻ വഴി പറഞ്ഞു തരാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. കാണണോ? വാപ്പാക്ക് ധൈര്യം ഇല്ലടാ. വാപ്പ വരണ്ടിരിക്കുക. വാപ്പ എന്താ നിരണ്ടിരിക്കുക? ഉസ്താദെ റൂഹ് പിടിക്കാനല്ലേ വരുന്നത്, പിന്നെ നാളെ എന്താ നിന്റെ റൂഹ് പിടിക്കൂലേ? മരണത്തിന് വല്ല അടയാളം ഉണ്ടോ? ഞാൻ എടുത്ത് ഇവിടെ ഒരു സ്ഥലത്ത് വഴുതിന് പോയപ്പോ ഉസ്താദെ ആ വീട്ടിലെ സഹോദരൻ പെട്ടെന്ന് മരിച്ചുപോയി. ഉസ്താദ് ചെറുപ്പക്കാരനായിരുന്നു, പെട്ടെന്ന് മരിച്ചുപോയി. അപ്പൊ ഞാൻ ചോദിച്ചു എത്ര വയസ്സുണ്ടെന്ന്? 55 വയസ്സുണ്ടെന്ന്. 55 വയസ്സുള്ളവനെ ചെറുപ്പക്കാരനെന്ന് വിളിച്ചാ പിന്നെ എന്തോ പറയാനാ? അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബറിനെ സ്വർഗ്ഗമാക്കി കൊടുക്കുമാറാകട്ടെ. മരണത്തിന് വല്ല അടയാളം ഉണ്ടോ? ആരാ പറഞ്ഞില്ലെന്ന്? ഞാൻ പറഞ്ഞു തരാം അടയാളം 3 അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. പറഞ്ഞു തരട്ടെ? വല്ലവന്റെ മയ്യത്തും കുഴിച്ചിട്ട് കുളിപ്പിച്ച് നടന്നാ മതിയോ? നിനക്കും ഒന്ന് പോയി കിടക്കണ്ടേ? വല്ലവന്റെ മയ്യത്തും കുളിപ്പിച്ച് വല്ലവനും കബറും പെട്ടി ഇങ്ങനെ നടന്നാ മതിയോ? ഒന്ന് പോയിട്ട് കിടക്കണ്ടേ ചങ്ങാതി? അതിനകത്ത് സമയമായോ എന്ന് ഞാൻ തന്നെ പറഞ്ഞു തരാം. ഉള്ള കഫൻ തുണി വാങ്ങിച്ചോ. 1ാമത്തെ അടയാളം ബയാദു ഷൈരിക ബഅദ സവാദി. തലയിലെയും താടിയിലെയും ഏതെങ്കിലും ഒരു രോമം നരച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ ഒടുക്കത്തെ പോക്കിന് സമയമായി, റെഡിയായിക്കും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ചിരിക്കാൻ പറഞ്ഞതല്ല. നിങ്ങളുടെ ആരുടെയെങ്കിലും താടിയിലെയോ തലയിലെയോ കറുത്ത രോമത്തിന്റെ ഇടയിൽ ഒരു വെള്ള കാണുന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോ കഫൻ തുണി. വാങ്ങിച്ചു വെച്ചോ കഫൻ തുണി. സമയം അടുത്തു, അസ്റായിൽ വരും. അള്ളാഹു നല്ല മരണം തരുമാറാകട്ടെ. ഏകദേശ തീരുമാനമായില്ലേ? ഞാൻ ഇങ്ങനെ തിരിഞ്ഞു നോക്കണില്ല. പഠിച്ചിട്ടൊക്കെ നടന്നോ കേട്ടാ? ഉസ്താമാരൊക്കെ മൊത്തം നരച്ചിരിക്കുക. കറുത്തതുണ്ടോന്ന് നോക്കണം. ഇനി വെളുത്തതിന്റെ ഇടയിൽ താത്താമാരൊക്കെ ചിരി കേട്ടോ. ഇന്ന് ലാസ്റ്റ് ചിരിയാ. നാളെ നൗഷാദ് ബാക്കബി ഉസ്താദ് വഴുതു പറയുമ്പോ കബറും കാട്ടില്ല, അവിടെ കിടന്ന് കേൾക്കാം. അവിടെ റക്കീബ് മുൻകരൻ നക്കീർ എടുത്തിട്ട് കൊമ്മുമായിരിക്കും. അതിനകത്ത് ഇടിയോടിടിയായിരിക്കും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അപ്പൊ സ്വർണ്ണമൊക്കെ ഇനി ഊരി വീഴും ഇൻഷാ അല്ലാഹ്. കുഴപ്പമില്ല.
ഇദ്രീസ് നബി അലൈഹിസ്സലാമും അസ്റായിലും തമ്മിൽ വലിയ കൂട്ടുകാരാ. ഒരിക്കൽ കാണാൻ വന്നപ്പോ പറഞ്ഞു, അസ്റായിലെ, എനിക്കൊരാഗ്രഹമുണ്ട്. മരണത്തിന് വല്ലാത്ത വേദനയാണല്ലോ. ഈ മരണത്തിന്റെ വേദന എന്താണെന്ന് എനിക്കൊന്ന് അറിയണം. എന്റെ റൂഹൊന്ന് പിടിക്കുവോ? നീ എന്റെ റൂഹൊന്ന് പിടിക്കണം, എന്നിട്ട് എനിക്ക് തിരിച്ചു തന്നാ മതി. പ്രശ്നം തീർന്നല്ലോ. എന്നെ ഒന്ന് മരിപ്പിക്കണം, എന്നിട്ട് എനിക്ക് ജീവൻ തിരിച്ചു തരണം. അപ്പൊ ആ മരണത്തിന്റെ വേദന എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുമോ? എന്റെ കയ്യിലല്ല, അള്ളാഹുടെ കയ്യിലാണ് തീരുമാനം. നീ ഒരിക്കലും അവിടെ നിന്ന് ഇദ്രീസ് നബി അലൈഹിസ്സലാം തന്റെ ആഗ്രഹം പറഞ്ഞു. അസ്റായിൽ അലൈഹിസ്സലാം അള്ളാഹുവിനോട് പറഞ്ഞു, പടച്ചോനെ, ഈ ചങ്ങാതി ഇങ്ങനെ പറയണല്ല, എന്താ ചെയ്യേണ്ട? അള്ളാഹു പറഞ്ഞു റൂഹ് പിടിക്കാൻ. ഇദ്രീസ് നബിയുടെ റൂഹ് പിടിച്ചു, തിരിച്ചു കൊടുത്തു. എങ്ങനുണ്ട് നബിയെ? സുബ്ഹാനല്ലാഹ്, എങ്ങനുണ്ട്? ഇദ്രീസ് നബി അലൈഹിസ്സലാം കരഞ്ഞുകൊണ്ട് പറഞ്ഞു അത്രേ, പടച്ചോനെ, എന്തിനാ നരകമൊക്കെ? എന്തിനാ നരകമൊക്കെ? മസ്റയിൽ നരകവും സിറാത്തും മീസാനൊക്കെ എന്തിനാ? ഇത് തന്നെ പോലെ ചെയ്തതിന്റെ പാപം തീരാൻ. അള്ളാഹു നമ്മളൊക്കെ നല്ല മരണം നൽകുമാറാകട്ടെ. അങ്ങനെ ഒന്നാമത്തെ വട്ടം ഈ ആഗ്രഹം സാധിച്ചു. പിന്നീട് ഒരിക്കൽ കാണാൻ വന്നപ്പോ പറഞ്ഞു, ഒരാഗ്രഹം കൂടെയുണ്ട്. എന്താ? അള്ളാന്റെ നരകം വല്ലാത്ത ശിക്ഷ കൊണ്ട് നിറച്ചതല്ലേ. ആ ഭയാനകമായ നരകം എനിക്കൊന്ന് കാണിച്ചു തരൂ. ഒന്നും മുകളിലൂടെ കൊണ്ടുപോയാൽ മതി, ഒന്നിങ്ങനെ കാണിച്ചാൽ മതി. ഏത് അള്ളാഹുടെ കയ്യില? അള്ളാഹുവിനോട് ചോദിച്ചു. അള്ളാഹു പറഞ്ഞു, ഒന്ന് കാണിച്ചു കൊടുക്കാൻ. ഇങ്ങനെ ഒന്ന് കാണിച്ചു കൊടുത്തതേ ഉള്ളൂ. ഇങ്ങനെ ഒന്ന് പാസ് ചെയ്ത് പോയതേ ഉള്ളൂ. പടച്ചോനെ, ഇദ്രീസ് നബി അലൈഹിസ്സലാം പറയാ, വല്ലാത്ത ഭയാനകമാ പടച്ചോനെ. ഇതെങ്ങാണ് ഒരു മനുഷ്യൻ അറിഞ്ഞിരുന്നെങ്കിൽ അവൻ ഒരിക്കലും അള്ളാഹുവിനെ മറന്നു നടക്കില്ല. അതാ നരകം. രണ്ടാമത്തെ ആഗ്രഹവും സാധിച്ചു. പിന്നെ ഒരിക്കൽ വന്നപ്പോ പറഞ്ഞു, ലാസ്റ്റത്തെ ആഗ്രഹം ഇതുകൂടെ ഉള്ളൂ, ഇനി ഒന്നും ഞാൻ പറയൂല, ഇതുകൂടെ നീ സാധിച്ചു തരണം. എന്താ? എനിക്ക് സ്വർഗം ഒന്ന് കാണണം. അള്ളാന്റെ സ്വർഗം എനിക്കൊന്ന് കാണണം. പ്രശ്നമല്ലാത്തല്ലേ സ്വർഗം? ഒന്ന് കാണിച്ച അസ്റായിലെ. അള്ളാഹുവിനോട് ചോദിച്ചു. അള്ളാഹു പറഞ്ഞു, അനുവാദം കൊടുത്തു, കാണിച്ചു കൊടുക്കാൻ. അങ്ങനെ ഇദ്രീസ് നബി അലൈഹിസ്സലാമും അസ്റായിൽ അലൈഹിസ്സലാമും കൂടെ സ്വർഗത്തിന്റെ മുന്നിൽ പോയി. ഇദ്രീസ് നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു, ഈ കാണുന്നതാ സ്വർഗം, ഞാൻ കയറാൻ പറ്റത്തില്ല, നിങ്ങൾ പോയി കണ്ടിട്ട് പെട്ടെന്ന് ഇറങ്ങിവാ, ഞാൻ ഇവിടെ നിന്നോളാം. എന്താ പറഞ്ഞേ? നിങ്ങൾ പോയി കണ്ടിട്ട് പെട്ടെന്ന് ഇറങ്ങി പറഞ്ഞു, ഞാനിവിടെ നിൽക്കാൻ, പോയിട്ട് വരാം. ഇദ്രീസ് നബി സ്വർഗത്തിന്റെ അകത്ത് കയറി. ഈ ചങ്ങാതി ഇങ്ങനെ നടക്കാ. പാലരുവികളും തേനരുവികളും. പടച്ചോനെ, എന്താ അള്ളാന്റെ സ്വർഗല്ല, ഈ സ്വർഗത്തിലൂടെ ഇങ്ങനെ നടക്കാ. അസ്റായിൽ പുറത്തു നിന്നും അടുത്തേട്ടാ. അസ്റായിൽ അലൈഹിസ്സലാം പുറത്ത് ഇങ്ങനെ കാത്തു നിന്നും അടുത്തു. ഈ ചങ്ങാതി ഇറങ്ങി വരണില്ല അകത്ത് കയറിയിട്ട്. സ്വർഗത്തിന്റെ അകത്ത് കയറി ഇദ്രീസ് നബി അലൈഹിസ്സലാം, ഇങ്ങോട്ട് വാ നബിയെ, ഞാൻ വരൂല, ഞാൻ ഇറങ്ങി വരൂല. എന്തേപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കായി. അള്ള ഇറക്കി വിടാതെ ഞാൻ ഇനി ഞാൻ ഇറങ്ങൂല. ഇദ്രീസ് നബി പറഞ്ഞ മറുപടി, അള്ള ഇതിനകത്ത് നിന്ന് ഇറക്കി വിടാതെ ഇനി ഞാൻ ഇറങ്ങൂല. വഴക്കായി രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും. ആ സമയത്ത് ചരിത്രം പറയുന്നു, അള്ളാഹു ഒരു മധ്യസ്ഥനായിട്ടൊരു മലക്കിനെ അയച്ചു. അള്ളാഹ്ക്ക് അറിയാഞ്ഞിട്ടൊന്നുമല്ല, നമുക്കൊക്കെ പഠിക്കാനാണ്. മധ്യസ്ഥനായിട്ടൊരു മലക്കിനെ വിട്ടു. ഈ മലക്ക് വന്ന് അസ്റായിൽ അലൈഹിസ്സലാമിന്റെ അടുത്ത് കാര്യങ്ങൾ ചോദിച്ചു. എന്താ ഈ ചങ്ങാതി ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അകത്ത് കയറിയിട്ട് ഇറങ്ങി വരണില്ല? കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അങ്ങനെ മലക്ക് ഇദ്രീസ് നബി അലൈഹിസ്സലാമിന്റെ അടുത്ത് ചെന്നിട്ട് ചോദിച്ചു, എന്തേ നിങ്ങൾ ഇറങ്ങി പോകാത്തെ? 3 കാരണങ്ങളാ പറഞ്ഞേ. ഒന്നാമത് അവിടെ നിന്ന് പറഞ്ഞു, ഒരാൾക്ക് ഒരിക്കലേ മരണമുള്ളൂ. ഖുർആൻ പറഞ്ഞില്ലേ, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. ഒരാൾ ജീവിതത്തിൽ ഒരിക്കലേ മരിക്കൂ. മരണത്തിന്റെ വേദന ഒരിക്കലേ ഒരാൾ അനുഭവിക്കൂ. മരണത്തിന്റെ വേദന ഞാൻ അനുഭവിച്ചു, ഇനി എനിക്ക് വയ്യ. ഒരാൾ ഒരിക്കലല്ലേ മരിക്കൂ, 2 മരണമില്ലല്ലോ. അല്ല പറഞ്ഞു, മരണത്തിന്റെ വേദന എല്ലാരും അനുഭവിക്കും. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് ഖുർആൻ പറഞ്ഞതാണല്ലോ. അതുകൊണ്ട് മരണത്തിന്റെ വേദന എന്താണെന്ന് ഞാൻ അനുഭവിച്ചു. 2, ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, അള്ളാഹു നരകം എല്ലാരും കാണും. നരകം എല്ലാവരും അവരുടെ കണ്ണുകൾ കൊണ്ട് കാണുമെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. ഞാൻ കണ്ടു നരകം എന്റെ കണ്ണുകൊണ്ട്. 3, സ്വർഗത്തിൽ കയറിയ ഒരാളെ അള്ളാഹു ഇറക്കി വിടൂല. സ്വർഗത്തിന്റെ അകത്ത് കയറിയ ഒരാളെ അള്ളാഹു ഇറക്കി വിടില്ല. അതുകൊണ്ട് ഇനി അള്ളാഹു ഇറക്കി വിടാതെ ഞാൻ പോകില്ല. അവസാനം അള്ളാഹു പറഞ്ഞു അത്രേ, ആ ചങ്ങാതി അവിടെ തന്നെ വിട്ടേക്കാൻ. അങ്ങനെ കയറി പറ്റിയത്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എത്ര കഷ്ടപ്പെട്ടിട്ടാ കയറിയത്. ഒരു പ്രവാചകൻ അതിനകത്ത് കയറിയ കഥയാ ഞാനീ പറഞ്ഞത്. നമുക്ക് അങ്ങനെ വല്ലതും കയറാൻ പറ്റുമോ? നമുക്കങ്ങനെ കയറാൻ പറ്റുമോ? ഇല്ല സഹോദര. അതുകൊണ്ട് ആ സ്വർഗത്തിലേക്ക് കടന്നു പോകാനുള്ള വഴി സൂറത്തു തകാസുർ ഓതുന്ന സമയം നീ കരയാൻ പറ്റുമെങ്കിൽ നീ ഇല്ലെങ്കിൽ നീ കരയുന്നവരെ പോലെ അഭിനയിക്കണേ
എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരികയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഖുർആൻ ഓതുന്ന സമയത്ത് കരയണേ, പെങ്ങളെ കരയണേ. ഈ സൂറത്തിന്റെ അർത്ഥം ഇന്ന് നിങ്ങൾ വീട്ടിൽ ചെന്നിട്ടൊന്ന് എടുത്തു വായിച്ചു നോക്ക്. അത് കേൾക്കുമ്പോ തന്നെ അറിയാ, അത് വായിക്കുമ്പോ തന്നെ അറിയാ. പടച്ചവരെ, ഭയാനകമാണ്, ഭയാനകമാണ്, ഭയാനകമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ ഖുർആനാണ് ഓതുന്നതെന്ന ബോധത്തോടെ വേണം ഖുർആൻ ഓതാൻ. അല്ലാഹുവിന്റെ കലാമാണ് പാരായണം ചെയ്യുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, എങ്ങനെ പാരായണം ചെയ്യണമെന്നറിയുമോ? മഹാനായ സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു തആല അൻഹു, മഹാനായ അബ്ദുല്ലാഹ് ബിൻ അലിയ റളിയല്ലാഹു തആല അൻഹു, രണ്ടുപേരും സ്വഹാബികളാണ്, ഖുർആൻ പണ്ഡിതന്മാരാണ്. രണ്ടുപേരും ഖുർആൻ പണ്ഡിതന്മാരാണ്. ഏറ്റവും മനോഹരമായ രീതിയിൽ ഖുർആൻ പാരായണം ചെയ്യുന്നവരാ. മഹാനായ അബ്ദുല്ലാഹ് ബിൻ അലിയ റളിയല്ലാഹു തആല അൻഹു, അല്ലാഹു ഒരു പരീക്ഷണം കൊടുക്കുകയാണ്. ആഖിലത്ത് എന്ന് പറയുന്ന ഒരു രോഗം കൊടുക്കുകയാണ്. ക്യാൻസർ പോലെ വന്നു കഴിഞ്ഞാൽ പടരുമല്ലോ, വന്നു കഴിഞ്ഞാൽ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് പടരുന്ന ഒരു രോഗമാണ് ആഖിലത്ത്. മഹാനായ അലിയ റളിയല്ലാഹു തആല അൻഹു, അല്ലാഹു അവിടുന്ന് കാലിലാണ് ആ രോഗം കൊടുത്തത്. മുകളിലേക്ക് വ്യാപിക്കുകയാണ്, മുകളിലേക്ക് വ്യാപിക്കുകയാണ്. വേദന സഹിക്കാൻ കഴിയുന്നില്ല. പടച്ചവൻ അവസാനം വൈദ്യന്മാരുടെ മുന്നിൽ കൊണ്ടുവന്നപ്പോ അവര് പറഞ്ഞു, തങ്ങളെ ഒരേ ഒരു പരിഹാരമേ ഉള്ളൂ, കാല് മുറിച്ചു മാറ്റണം, കാല് മുറിച്ചു മാറ്റണം, അല്ലാതെ ഒരു പരിഹാരമില്ല, അല്ലാതെ ഒരു പരിഹാരമില്ല. മഹാനായ അലിയ റളിയല്ലാഹു തആല അൻഹുവിനോട് അവര് പറഞ്ഞു, തങ്ങളെ ഒരു മരുന്നും തരാൻ പറ്റുകയില്ല, ഒരു മരുന്നും തരാൻ പറ്റുകയില്ല. പടച്ചവനെ, വല്ലാത്ത വേദനയാണ്, നിങ്ങൾക്കത് താങ്ങുവാനുള്ള കഴിവില്ല. പടച്ചവനെ, അതാ വൈദ്യന്മാര് പറയുമ്പോ മഹാനായ അബ്ദുല്ലാഹ് ഇബ്നുൽ അലിയ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഖുർആൻ ഓതുന്ന രണ്ടുപേരെ വിളിച്ചു കൊണ്ടുവാ, അല്ലാഹുവിന്റെ ഖുർആൻ ഓതുന്ന രണ്ടുപേരെ വിളിച്ചു കൊണ്ടുവാ. എന്റെ മുന്നിൽ കൊണ്ടുവന്നിരുന്നു ഖുർആൻ ഓതിപ്പിക്ക്, എന്റെ മുന്നിൽ ഇരുത്തിയിട്ട് ഖുർആൻ ഓതിപ്പിക്ക്. മഹാനവറുകളുടെ മുന്നിലേക്ക് രണ്ടുപേരെ വിളിച്ചു കൊണ്ടുവന്നു. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നുൽ അലിയ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് വൈദ്യന്മാരോട് പറഞ്ഞു കൊടുക്കുകയാണ്, എന്റെ ശരീരം വിറയ്ക്കാൻ തുടങ്ങിയാൽ, എന്റെ ശരീരം വിറയ്ക്കാൻ തുടങ്ങിയാൽ, എന്റെ നിറം മാറിക്കഴിഞ്ഞ കണ്ണിലൂടെ കണ്ണുനീരൊഴുകുകയാണ്, നിറം മാറുകയാണ്, കൈകാലുകൾ വിറയ്ക്കുകയാണ്, കണ്ണടയുകയാ, കണ്ണടയുകയാ. ആ സമയമെത്തിയാൽ പറ്റുമെങ്കിൽ നിങ്ങൾ എന്റെ കാല് മുറിച്ചു മാറ്റിക്കോ. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നുൽ അലിയ റളിയല്ലാഹു തആല അൻഹു മഹാനവറുകളുടെ മുന്നിലേക്ക് പരിശുദ്ധമായ ഖുർആൻ ഓതുന്ന രണ്ടുപേര് കടന്നു വരികയാണ്. വൈദ്യന്മാര് മുഴുവനും ചാരത്ത് നിൽക്കുകയാണ്. പരിശുദ്ധമായ ഖുർആൻ ഓതാൻ തുടങ്ങുകയാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ കലാം അവിടം ഓതാൻ തുടങ്ങുകയാണ്. പടച്ചവനെ, ഏത് സൂറത്താണ് ഓതിയതെന്നറിയോ? യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീലാ നിസ്ഫഹു അബിൻ ഖുസ്മിനുഹു ഖലീലാ ഔ സിദ് അലൈഹി വറത്തിലിൽ ഖുർആന തർതീലാ. സൂറത്തുൽ മുസമ്മിൽ ഇങ്ങനെ പാരായണം ചെയ്യുകയാണ്. ഇന്നലദൈനാ അൻകാലം വജഹീമാ. പടച്ചവരെ, ഈ ആയത്ത് എത്തിക്കഴിയുമ്പോ കൈകാലുകൾ പിടയുകയാ, ശരീരം വിറയ്ക്കുകയാ, കണ്ണ് നിറഞ്ഞൊഴുകുകയാ, അവിടത്തെ നിറം പോലും മാറുകയാ, കണ്ണടയുകയാ. സുബ്ഹാനല്ലാഹ്, ജീവനുള്ള ഒരു മനുഷ്യന്റെ കാല് വെട്ടി മുറിക്കുകയാ.
അവിടുത്തെ കാല് വെട്ടി മുറിക്കുകയാണ്. അലിയാദങ്ങൾ അറിഞ്ഞില്ല, അലിയാദങ്ങൾ അറിഞ്ഞില്ല. കാല് വെട്ടി മുറിച്ച് രക്തമൊഴുകുന്നത് കണ്ടപ്പോ ഖുർആൻ ഓതിയവര് നിലവിളിക്കുകയാണ്, ഖുർആൻ ഓതിയവര് നിലവിളിക്കുകയാണ്. പടച്ചവരെ, ഇങ്ങനെയാണോ ഖുർആൻ ഓതേണ്ടത്? ഇങ്ങനെയല്ലേ ഖുർആൻ ഓതേണ്ടത്? ഖുർആനിന്റെ ആയത്ത് കേട്ടപ്പോ ഒരു മനുഷ്യൻ ഇങ്ങനെയായി പോയെങ്കിൽ പടച്ചവനെ, എങ്ങനെയാ അല്ലാഹ് ഞങ്ങൾ ഖുർആൻ ഓതുന്നത്? അവര് ഖുർആൻ മടക്കി വെച്ചിട്ട് നിലവിളിക്കുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, ചരിത്രം പറയുകയാണ്, അലി റളിയല്ലാഹു തആല അൻഹുവിന് ബോധം തിരിച്ചു വന്നപ്പോ വൈദ്യന്മാരോട് ചോദിക്കുന്നു, കാല് മുറിക്കുന്നില്ലേ? കാല് മുറിക്കുന്നില്ലേ തങ്ങളെ? കാല് മുറിച്ചു മാറ്റി തങ്ങളെ. സുബ്ഹാനല്ലാഹ്. മോനെ, ഖുർആനിതാ, അല്ലാഹുവിന്റെ കലാമിതാ. പക്ഷേ നമുക്ക് കളിയല്ലേ, നമുക്ക് തമാശയല്ലേ? കാല് നീട്ടിയിരുന്നിട്ട് അല്ലാഹുവിന്റെ ഖുർആൻ എടുത്ത് ഒതുവില്ലാതെ കയ്യിലെടുത്ത് വെച്ചിട്ട് ഓതുന്നവരുണ്ടല്ലോ, സംസാരിക്കുന്നവരുണ്ടല്ലോ, ബഹുമാനിക്കാത്തവരുണ്ടല്ലോ. അല്ലാഹുവേ, ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൽ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിയൻ മിൻ ഖശിയത്തില്ലാഹ് വതിൽകൽ അംസാൽ.